ഏതായാലും കേരളത്തിന്റെ ഈ വാർത്താ ദിനം രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമാണ്. രാവിലെ കോഴിക്കോട് നിന്ന് പുറപ്പെട്ട 11:30 കളക്ടറേറ്റിലെത്തി വയനാട് എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുവരെ സ്വാഭാവികമായും കേരളത്തിന്റെ രാഷ്ട്രീയ അറ്റൻഷൻ മുഴുവൻ രാഹുൽ ഗാന്ധിക്ക് മുകളിൽ തന്നെയാണ്. രാവിലെ 9 മണിക്ക് ഇറങ്ങും എന്നായിരുന്നു ആദ്യ സൂചന. ഇപ്പോൾ 9:28 ഇതുവരെ ഇറങ്ങിയതായിട്ട് അറിയില്ല. ഏതായാലും കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് അവരുള്ളത്. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും എത്തിയിട്ടുണ്ട്. അദ്ദേഹവും രാഹുൽ ഗാന്ധിയോടൊപ്പം അനുഗമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടാൽ വളരെ 10 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരമേ ഉള്ളൂ വിക്രം മൈതാനിയിൽ നിന്നും. അവിടെ നിന്ന് ഹെലികോപ്റ്റർ വഴി അത് മാക്സിമം ഒരു അരമണിക്കൂർ എടുക്കും. ഏതായാലും 10 മണിക്ക് ശേഷം 10-10:15 വയനാട്ടിലേക്ക് എത്തും എന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നു. നമുക്ക് പ്രത്യേകിച്ച് അറിവൊന്നുമില്ല. ഏതായാലും ഈ ഹെലികോപ്റ്റർ എവിടെ നിന്നാണ് കാണുന്നതെന്ന് എനിക്ക് വിഷ്വൽ വ്യക്തമല്ല. സ്വാഭാവികമായും ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ വയനാട്ടിലേക്ക് എത്തി അവർ വിലയിരുത്തൽ നടത്തുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ UDF നേതാക്കളുടെ നേതൃത്വത്തിലാണ് വയനാട്ടിലെ റോഡ് ഷോ അടക്കമുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നത്. അല്പം മുമ്പ് ഉമ്മൻചാണ്ടി വ്യക്തമാക്കുകയുണ്ടായി റോഡ് ഷോ ഉണ്ടാവും, പക്ഷേ അത് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് മുമ്പായിരിക്കില്ല, ചിലപ്പോൾ കൊടുത്തതിന് ശേഷമായിരിക്കും. 11:30 നാമനിർദ്ദേശ പത്രിക കൊടുക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ഏതായാലും ആ സമയത്തുണ്ടാവും. ഇപ്പോൾ റോഡ് ഷോ ഉണ്ടെങ്കിൽ അതിന് ശേഷമായിരിക്കും ഉണ്ടാവുക എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ അല്ലെങ്കിൽ UDF നേതാക്കളെല്ലാം തന്നെ വയനാട്ടിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകോപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്നല്ല, പക്ഷേ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വലിയ പ്രവർത്തകരാണ് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ശക്തിപ്പെടുത്തും. കേരളത്തിൽ ഒരു നല്ല മാറ്റം അവിടെ ഉണ്ടാകും. കേരളത്തിൽ UDFന് ശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ കഴിയും. ഈ ലീഗിന്റെ പതാകയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളെ എങ്ങനെയാണ് ലീഗ് കാണുന്നത്? എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം ദേശീയ മാധ്യമങ്ങൾ? അങ്ങനെ ഒരു വിവാദം തന്നെ ഇല്ല. മുസ്ലിം ലീഗുമായി കാലങ്ങളായി ബന്ധമുള്ള കോൺഗ്രസ് പാർട്ടി ഇത്രയും കാലം മുസ്ലിം ലീഗിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും ഒന്നിച്ചു തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മാത്രം അതിനൊരു മാറ്റം എവിടെയും ആരും ഉണ്ടാക്കിയിട്ടില്ല. അത് തെറ്റിദ്ധാരണ ജനകമാണ്. ലീഗിന്റെ പിന്തുണയാണ് പ്രധാനമായും രാഹുലിന്റെ വിജയം അല്ലെങ്കിൽ ഭൂരിപക്ഷം ഒക്കെ ഇവിടെ നിർണ്ണയിക്കാൻ പോകുന്നത്. ആ നിലയ്ക്ക് എന്ത് ഭൂരിപക്ഷം രാഹുൽ നേടിക്കൊടുക്കാൻ കഴിയുമെന്നാണ് ലീഗിന്റെ ഒരു പ്രതീക്ഷ? പരമാവധി വോട്ടുകളുടെ, അതായത് ഞങ്ങളുടെ ഉദ്ദേശം ഒരു 4 ലക്ഷം 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനനുസരിച്ചാണുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വളരെ ദുർബലനാണെന്ന് തോന്നുന്നുണ്ടോ? അതോ ആ യുവാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം മുമ്പ് മത്സരിച്ച ഫലം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. തുഷാർ വെള്ളാപ്പള്ളി ഇങ്ങോട്ട് വരുന്നു, വലിയ തോതിൽ രാഹുൽ ഗാന്ധിയുമായി ഏറ്റുമുട്ടാൻ തയ്യാറാകും. ഇവിടെ രാഹുലിന്റെ വിജയമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും. രാഹുലിനെ ഇവിടെ വിജയിക്കുകയുള്ളൂ. ഓക്കെ. ലീഗ് നേതൃത്വവും വളരെ സജീവമായി തന്നെ കൽപ്പറ്റയിലുണ്ട്. അവരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഒരേ സമയം UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ കൊടികളും UDF ലീഗ് ആവട്ടെ കേരള കോൺഗ്രസ് ആവട്ടെ അതിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യം ലീഗിൻ്റെ തന്നെയാണ്. UDF നേതാക്കൾ എല്ലാവരും തന്നെ രാഹുലിനെ സ്വീകരിക്കാനായി എത്തുന്നു. ഇത്രയും കാലം ഉണ്ടായിരുന്ന അവസ്ഥയല്ല. UDF ഒറ്റക്കെട്ടായി തന്നെ തെരഞ്ഞെടുപ്പിനൊരുക്കുന്നു. അതിൻ്റെ ആദ്യ ട്രയൽ റൺ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ രീതിയിൽ കൂടി വേണം കാണാൻ വയനാട്ടിലെ ഒരുക്കങ്ങളെ, വയനാട്ടിലെ സജ്ജീകരണങ്ങളെ. ഇപ്പോൾ വയനാട്ടിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്നും അദ്ദേഹം പുറപ്പെടാറായോ ഇല്ലേ എന്ന് അറിയാം. വ്യക്തമല്ല. SBGക്കാർ പറയുന്നതനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഇപ്പോൾ പല സൂചനകൾ നൽകിയിരുന്നു. അതിനനുസരിച്ചല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ SPG ആണ് തീരുമാനിക്കുക അന്തിമമായി എപ്പോൾ പുറപ്പെടും, എപ്പോൾ അവിടെ എത്തണം, എത്ര മിനിറ്റ് റോഡ് ഷോ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിൻ്റെ വിവരങ്ങൾ തൽക്കാലം നമുക്ക് ലഭ്യവുമല്ല, കാരണം അവർ പറയുകയുമില്ല. എന്നാലും ചില സൂചനകൾ അതെന്താണെന്ന് നോക്കാം. ഷനോജ്, ഇപ്പോഴും ദൃശ്യങ്ങൾ അതുപോലെ തന്നെയാണ്. ഗേറ്റുകൾ തുറന്നിട്ടിരിക്കുന്നു, പോലീസുകാർ ജാഗരൂകരായിരിക്കുന്നു. അതിനപ്പുറം അദ്ദേഹം ഇറങ്ങാറായി എന്ന് തോന്നുന്ന വല്ല ലക്ഷണങ്ങൾ അവിടെ ഉണ്ടോ? ഗോപി, ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പോലീസ്. വാഹനം കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള പാതയൊക്കെ തന്നെ വളരെ സുരക്ഷിതമായി ഒരുക്കിയിരിക്കുകയാണ്. സർക്കാർ ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരെയും ഒപ്പം വളരെ കുറച്ച് കോൺഗ്രസ് പ്രവർത്തകരും എത്തിയിരുന്നു. അവരോട് അവിടെ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് പോലീസ് നിർദ്ദേശിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നും ആളുകളെ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പൂർണ്ണമായും പോലീസിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് സർക്കാർ അതിഥി മന്ദിരവും പ്രവേശന കവാടവും റോഡും ഒക്കെ തന്നെ. അവിടെ മറ്റുള്ള ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള പ്രവേശനവും ഇല്ല. അത് വരുന്ന ആളുകൾക്ക് തന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി മതിയായ രേഖകളുണ്ടെങ്കിൽ മാത്രമേ അവിടേക്ക് കയറ്റുകയുള്ളൂ. ഏതായാലും ഏത് നിമിഷത്തിനകവും ഇവിടെ നിന്നും യാത്ര തിരിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സർക്കാർ അതിമന്ദിരത്തിലേക്ക് കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു.
എന്തായാലും ഇവിടെ നിന്നും യാത്ര തിരിച്ചു കഴിഞ്ഞാൽ അര കിലോമീറ്റർ മാത്രം ദൂരെയുള്ള വെസ്റ്റ് ഹില്ലിലെ വിക്രം മൈതാനിയിൽ നിന്നുമാണ് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിലേക്ക് യാത്ര ചെയ്യുക. ഏകദേശം 25 മിനിറ്റോളം ഹെലികോപ്റ്റർ മാർഗം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കൽപ്പറ്റയിൽ എത്തിച്ചേരാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നും ഇറങ്ങി അരമണിക്കൂർ കൊണ്ട് തന്നെ കൽപ്പറ്റയിൽ എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങളും ക്രമീകരണങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഇനിയും രാഹുൽ ഗാന്ധി ഇവിടെ നിന്നും യാത്ര തിരിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ സർക്കാർ അതിമന്ദിരത്തിലുള്ളത്. ഗോപി, ഷനോജ്, അവിടെ നിന്ന് പുറപ്പെടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ യാത്ര ചെയ്യാനുള്ള വാഹനം ഹെലികോപ്റ്റർ എത്തുകയും വേണം. അതുകൊണ്ട് വിക്രം മൈതാനത്തിലേക്ക് പോകാം. അനുമോദാണ് അവിടെ ഉള്ളത്. അനുമോദ്, അദ്ദേഹത്തിന് പോകാനുള്ള ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഗോപി, രാഹുൽ ഗാന്ധിക്ക് യാത്ര ചെയ്യാനുള്ള ഹെലികോപ്റ്റർ ഇതുവരേക്കും വിക്രം മൈതാനത്ത് എത്തിയിട്ടില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. പോലീസിന്റെ സുരക്ഷാ സന്നാഹം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിക്കുവാനായി നേരത്തെ കൂടി നിശ്ചയിച്ച 51 പാർട്ടി പ്രവർത്തകരെ ഇപ്പോൾ വിക്രം മൈതാനത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കും. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവരെ പോലീസ് കർശന സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം അവരുടെ രേഖകളെല്ലാം പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ വിക്രം മൈതാനത്തിനുള്ളിലേക്ക് ഈ 51 പേരെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇവർക്ക് മാത്രമാണ് നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഇവർക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ ഇറങ്ങുന്നിടത്തേക്ക്, ഹെലിപാഡിനടുത്തേക്ക് പ്രവേശനം നൽകിയിട്ടുള്ളത്. കൂടുതൽ പേരെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ രാഹുൽ നേരത്തെ സൂചിപ്പിച്ച അതേ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. രാഹുൽ ഗാന്ധിക്ക് പോകുവാനുള്ള ഹെലികോപ്റ്റർ ഇതുവരെയും വിക്രം മൈതാനത്തേക്ക് എത്തിയിട്ടില്ല. സാധാരണഗതിയിൽ VIP-കളുടെ ഇത്തരം സന്ദർശനങ്ങളുടെ സമയത്ത് ഈ അരമണിക്കൂർ മുമ്പെങ്കിലും ഹെലികോപ്റ്റർ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഇതുവരേക്കും ഹെലികോപ്റ്റർ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എന്നതിനർത്ഥം രാഹുലിൻ്റെ യാത്ര വീണ്ടും വൈകുന്നു, അല്ലെങ്കിൽ മുൻ നിശ്ചയിച്ച സമയത്ത് ആയിരിക്കുകയില്ല എന്നത് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് കൽപ്പറ്റയിലെ റോഡ് ഷോയെ സംബന്ധിച്ചുള്ള ഒരു ആശങ്ക, അതായത് എത്ര സമയം, എത്ര ദൂരം, ഈ കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് ഇറങ്ങി ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് കൽപ്പറ്റയിൽ എത്താൻ സാധിക്കും. തുടർന്ന് എത്ര സമയം റോഡ് ഷോ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് കാര്യങ്ങളിലേക്ക് പോവുക. 11:30-ക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് എത്ര സമയം മുമ്പ് അവിടെ എത്തിച്ചേരണം എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത കൈവരേണ്ടത്. ഇത് SP-യുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കും. ഒരുപക്ഷെ ഒരു 500 മീറ്റർ റോഡ് ഷോ മാത്രമാണ് നടത്താൻ അനുവാദമെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് അവിടെ 11 മണിക്ക് 10:45 എത്തിയാൽ മതിയായിരിക്കും. അവിടുത്തെ സമയത്തിന് കണക്കാക്കിയാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങളുടെ നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പുറപ്പെടൽ മുൻ നിശ്ചയിച്ച ഷെഡ്യൂളുകൾക്ക് മാറ്റം വരുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 9:35 ആയിരിക്കുന്നു. 10 മണിയോടെ രാഹുൽ ഗാന്ധി പുറപ്പെടണമെങ്കിൽ ഈ സമയത്തെങ്കിലും ഇവിടേക്ക് ഹെലികോപ്റ്റർ എത്തിച്ചേരേണ്ടതുണ്ട്. അത് ഹെലികോപ്റ്റർ ചേർന്നിട്ടില്ല എന്നതിനർത്ഥം രാഹുൽ ഗാന്ധിയുടെ പുറപ്പെടൽ 10 മണിക്കും ഉണ്ടായിരിക്കില്ല എന്ന സൂചന തന്നെയാണ് നൽകുന്നത്. എന്താണെങ്കിലും വലിയ തോതിലുള്ള പോലീസിൻ്റെ വിന്യാസം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബാരിക്കേഡ് വെച്ച് പൊതുജനങ്ങളെ നിയന്ത്രിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, വലിയ തോതിലുള്ള പ്രവർത്തകരുടെ വിന്യാസം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. കാരണം പ്രവർത്തകർ കൂടുതൽ കൽപ്പറ്റയിലും മറ്റിടങ്ങളിലും കണ്ടപോലെ പ്രവർത്തകർ കൂടുതലായിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഈ എത്തിച്ചേർന്ന പ്രവർത്തകர்கள் കൂടുതൽ പോലീസുകാരാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ബാരിക്കേഡ് വെച്ച് ഈ പ്രവർത്തകരെ വിക്രം മൈതാനത്ത് വേർതിരിച്ച് നിർത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുത്ത 51 പ്രവർത്തകർ, അല്ലെങ്കിൽ മുൻ നിശ്ചയിച്ച പ്രകാരം അനുമതിയില്ല 51 പ്രവർത്തകരെ മാത്രമാണ് ഇപ്പോൾ വിക്രം മൈതാനത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടിരിക്കുന്നത്. ഇത് കോഴിക്കോട് കണ്ണൂർ പ്രധാന പാതയാണ്. ഇതിന് അരികത്താണ് വിക്രം മൈതാനമുള്ളത്. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെ യാത്ര ഗസ്റ്റ് ഹൗസിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ പാതയിലൂടെ ഗതാഗതത്തിന് താൽക്കാലികമായി നിയന്ത്രണം ഏർപ്പെടുത്തും. പക്ഷേ ഗതാഗതമൊക്കെ ഇപ്പോഴും തടസ്സമില്ലാതെ തന്നെ നടക്കുന്നുണ്ട്. അതിനർത്ഥം രാഹുൽ ഗാന്ധിയുടെ യാത്ര തുടങ്ങുവാൻ ഇനിയും സമയമെടുക്കും എന്ന് തന്നെയാണ്. ഇത് എത്ര സമയമെടുക്കും എന്ന കാര്യത്തിൽ SPGയുടെ അന്തിമ തീരുമാനം SPG തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതിന് കൽപ്പറ്റയിലെ റോഡ് ഷോയെ സംബന്ധിച്ചുള്ള ഒരു സമയ വ്യക്തത, എത്ര ദൂരം, എത്ര ദൈർഘ്യം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അതിൻ്റെ ഒരു കൃത്യമായ ചിത്രം കിട്ടിയതിന് ശേഷമായിരിക്കും രാഹുൽ ഗാന്ധി ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറപ്പെടുക എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. എന്നാണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ കൊണ്ടുപോകാനുള്ള ഹെലികോപ്റ്റർ അല്പസമയത്തിനകം തന്നെ ഇവിടെ വരും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. നമുക്ക് ഈ പ്രവർത്തകരോട് തന്നെ ഇവിടെ എത്തിച്ചേർന്ന ആളുകളോട് തന്നെ ചോദിക്കാം. രാഹുൽ ഗാന്ധിയെ കാണാൻ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്? അല്ല, ഇതിനു മുന്നേ മഹാറാലി പങ്കെടുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി വന്ന സമയത്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യ മൊത്താകെ കോൺഗ്രസിൻ്റെ ആവേശപരമായ പ്രവർത്തനമായ കോൺഗ്രസ് നേതാക്കളും
അണികളും മുന്നോട്ട് പോകുന്നത്. 300-ൽ പരം സീറ്റുകൾ നേടാൻ ഈ രാഹുൽ ഗാന്ധിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വത്തോടെ കോൺഗ്രസിന് സാധിക്കും. അതുപോലെ തന്നെ പാവപ്പെട്ടവൻ്റെയും ദരിദ്രൻ്റെയും കർഷകരുടെയും കണ്ണീരൊപ്പുന്ന നേട്ടങ്ങളാണ് കോൺഗ്രസിൻ്റെ പുതിയ ഭരണ പത്രിക ഈ അവസരത്തിൽ. കാണാൻ പറ്റും. അതിനെന്താണ് കുറെ നേരമായില്ല എത്തിയിട്ട് കാണാൻ തന്നെ കണ്ടിട്ടേ പോവുള്ളൂ. ഒരുപാട് നേരമായി ഒന്ന് കോഴിക്കോട് വന്നതല്ലേ, അപ്പൊ ഒന്ന് കണ്ടിട്ട് പോകാണെന്നുള്ള വലിയ ആഗ്രഹം. ഇവിടെ തന്നെ ഒന്ന് കണ്ടിട്ടേ പോവുള്ളൂ എന്ന് തീരുമാനിച്ചിട്ട് തന്നെ വന്നത്. നേതാവിനെ കണ്ടിട്ട് അത് പോവുള്ളൂ. നല്ല ആവേശമാണ്, എല്ലാവർക്കും നല്ല ആവേശമാണ്. ഞാൻ മലപ്പുറത്ത് കാണാൻ വേണ്ടി വരികയാണ്. അവിടെ പോയാൽ കാണാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞിട്ട് വയനാട്ടിലേക്ക് പോകാൻ വേണ്ടി റോഡ് ബ്ലോക്കാണ് പറഞ്ഞിട്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല പറഞ്ഞിട്ട് ഒരു ടെൻഷനിലാണ്. നമുക്ക് കാണാൻ പറ്റുന്ന എന്തായാലും കാണാൻ അവിടെ പോയിട്ട് റോഡ് ഷോയിൽ പങ്കെടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഇപ്പോൾ റോഡ് ബ്ലോക്ക് ആയതിനെ കൊണ്ട്. ഇതാണ് മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവരാണ് ഈ വിക്രം മൈതാനത്തിന്റെ ഒരു വശത്തായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം അവർ രാഹുൽ ഗാന്ധി ഒരു നോക്ക് കണ്ടേ മടങ്ങൂ എന്ന ആഗ്രഹത്തിലാണ്. കോഴിക്കോട് ജില്ലക്കാരുണ്ട്, മലപ്പുറം ജില്ലക്കാരുണ്ട്. ഈ ഒരു ആവേശം തന്നെയാണ് നമുക്ക് കാണാൻ. പക്ഷേ ഇവിടെ എന്തുകൊണ്ടോ കൂടുതൽ പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം ഇത് ഒരു സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള മേഖലയാണ് വിക്രം മൈതാനം. അതേപോലെ തന്നെ പോലീസിന്റെയും SPGയുടെയും കർശന സുരക്ഷാ വലയം തന്നെ ഇവിടെ തീർത്തിരിക്കുന്നു. ഒപ്പം കണ്ണൂർ കോഴിക്കോട് ദേശീയ പ്രധാന പാതയുടെ അരികത്താണ്. അതുകൊണ്ട് തന്നെ ഗതാഗതത്തിനും വലിയ ബുദ്ധിമുട്ടുകൾ ഇവിടെ ആളുകൾ കൂട്ടം തടിച്ചുകൂടുമ്പോഴുണ്ടായിരിക്കാം. ഈ കാരണങ്ങളാൽ തന്നെ വലിയ നിയന്ത്രണങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് എന്താണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ വരവ് ഏത് നിമിഷവും ഉണ്ടാകാം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. പക്ഷേ അതിന് മുന്നോടിയായി രാഹുലിൻ്റെ ഹെലികോപ്റ്റർ ഇവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. ഹെലികോപ്റ്റർ ഇതുവരെ വിക്രം മൈതാനത്ത് എത്തിച്ചേർന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ യാത്ര വൈകാനാണ് സാധ്യത എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഗോപി, യെസ്, ഏതായാലും റോഡ് ഷോയുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു അവ്യക്തത ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ റോഡ് ഷോ ഉണ്ടാവും എന്ന് തന്നെയാണ് അല്പം മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞത്. 11 മണിക്ക് വരും. 11 മണിക്ക് വിടും. നേരെ കളക്ടറേറ്റിൽ പോയി നോമിനേഷൻ കൊടുക്കും. റോഡ് ഷോ കളക്ടറേറ്റിൽ പോയി പിന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷമാണോ റോഡ് ഷോ? ഇവിടെ നേരെ കളക്ടറേറ്റിലേക്കാണ് പോകുന്നത്. കളക്ടറേറ്റിലേക്ക് പോകും. അതിനുശേഷമാണ്. എത്ര കിലോമീറ്റർ ഉണ്ട്? 2 കിലോമീറ്റർ ആണ്. 2 കിലോമീറ്റർ ഉണ്ട്. ഇപ്പൊ നേരെ എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? DCC ഓഫീസിലേക്കാണോ? 11 മണിക്കേ വരത്തുള്ളൂ. DCC പോയിരിക്കും. ഇത് വലിയ ആഹ്ലാദവും സന്തോഷവുമാണ്. രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു ദേശീയ നേതാവ്, ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൺസിഡർ ചെയ്യുന്ന ഒരു നേതാവ് നമ്മുടെ നാട്ടിൽ വന്ന് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയത്തിന് അതീതമാണ്, ജാതിമത സമവാക്യങ്ങൾക്ക് അതീതമാണ്, എല്ലാത്തിനും അതീതമായിട്ടുള്ള ഒരു സ്നേഹവും സന്തോഷവുമാണ് ഇവിടെ കാണാൻ കഴിയുക. ഒരു മുന്നിലും അവർ പോയിട്ടില്ല. അവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ LDF ആയാലും BJP ആയാലും അവരുടെ കണക്കുകൂട്ടലൊക്കെ തെറ്റും.